നമസ്കാരം. ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. കഴക്കൂട്ടത്ത് കാറിൽ AC ഇട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും വാർത്തകൾ വഴി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് അറിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടലോടെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കാണാനിടയായത്, വാർത്ത അറിയാനൊരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയായിരിക്കും ഒരാൾ കാറിൽ AC ഇട്ട് കിടന്നുറങ്ങിയിട്ട് അദ്ദേഹം മരണപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, AC ഇടുന്ന സമയത്ത് നമുക്ക് കാറിനകത്ത് ഫുള്ള് ഗ്ലാസും ക്ലോസ്ഡ് ആയിരിക്കും. ശേഷം 2 തരത്തിലുള്ള എയർ ഫ്ലോ ആണ് അതിനകത്ത് നടക്കുന്നത്. ഒന്ന്, കാറിനകത്ത് തന്നെയുള്ള വായുവിനെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ പുറത്തു നിന്നുള്ള വായുവും കൂടി എടുത്ത് AC വെൻ്റ് വഴി അകത്തേക്ക് വിടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി. 2 രീതിക്കുള്ള പ്രവർത്തനമാണ് കാറുകളിലെ AC വർക്കിംഗ് പ്രിൻസിപ്പിൾ. 2 രീതിയിൽ നമുക്ക് AC ഉപയോഗിക്കാം. ഇദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ കാറിൻ്റെ AC മോഡ് കിടന്നത് ആക്ച്വലി ഈ പറയുന്ന കാറിനകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു മോഡിലായിരുന്നു കിടന്നിരുന്നത്. സ്വാഭാവികമായിട്ടും അധിക നേരം നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു തലവേദന അനുഭവപ്പെടാറുണ്ട് അല്ലേ? കുറേ നേരം AC ഇട്ട് നിൽക്കുമ്പം. ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പുള്ളി AC ഇട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ അളവ് അതിനകത്ത് കുറയുകയും, ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഈ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നതിനോടൊപ്പം തന്നെ ഉറക്കത്തിലും കൂടി ആയതിനാൽ മരണം സംഭവിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ പോരാത്തതിന് പുള്ളിയുടെ കാറിൻ്റെ എക്സോസ്റ്റിൽ വല്ലതും എന്തെങ്കിലും ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ അതുവഴി മാരകമായ കെമിക്കൽസ്, അതായത് ഈ ACയോടനുബന്ധിച്ചുള്ള അമോണിയോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് കെമിക്കലിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അത്തരത്തിലുള്ള കെമിക്കലും കൂടി വാഹനത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു 5 മിനിറ്റിനകത്ത് തന്നെ ആളിന് മരണം സംഭവിക്കും. നമുക്കറിയാം, ഒരാൾ ബോധത്തിലിരിക്കുന്ന ഒരാളിന് തന്നെ ഒരു പൂർണ്ണമായും ഓക്സിജൻ കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ 15 മിനിറ്റാണ് അയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. ആദ്യത്തെ 15 മിനിറ്റിനകത്ത് ആദ്യത്തെ 2 മിനിറ്റിൽ അബോധാവസ്ഥയിലേക്ക് പോവുകയും ശേഷം ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഒരു 2 മിനിറ്റിൽ ഒരു ചെറിയൊരു തലവേദനയും പിന്നെ തലവേദന ഉണ്ടാകും. ശേഷം അവിടെ സംഭവിക്കുന്നത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻസ് ആയിരിക്കും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു 3 മിനിറ്റിന് ശേഷം ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ്റെ ഒരു അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് ഒരു തലവേദന പോലെ അനുഭവപ്പെടുകയും ഒരു ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ശേഷം ഒരു 5-6 മിനിറ്റിന് ശേഷം പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് പോവുകയും തുടർന്നുള്ള 4 മിനിറ്റിനകത്തേക്ക് ഓർഗൻസിലൊക്കെ ഈ പറഞ്ഞ കണക്ക് ഓർഗൻസൊക്കെ റപ്ചർ ആവാൻ തുടങ്ങും, ചുരുങ്ങാൻ തുടങ്ങും. ഒരു 10 മുതൽ 15 മിനിറ്റിനകത്ത്, മാക്സിമം 12 മിനിറ്റാണ് പറയുന്നത്, 12 മിനിറ്റിനകത്ത് കാർഡിയാക് അറസ്റ്റ് പോലുള്ള സംഗതികളിലേക്ക് കാര്യങ്ങൾ പോകും. 15 മിനിറ്റിനകത്ത് വെച്ച് മരണം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാറിനകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു മരണത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം വളരെ എളുപ്പമാണ്. കാരണം പുള്ളി ഉറങ്ങുകയാണ്. പോരാത്തതിന് ഈ മാരകമായ ശ്വാസം ഈ പറയുന്ന കണക്ക് വായുവും കൂടി ശ്വസിക്കുന്ന സമയത്ത് അദ്ദേഹം അവെയർ ആവുന്നില്ല. നമ്മളറിയാം, നമുക്കിപ്പോൾ ഉറങ്ങുന്ന സമയത്തും ബ്രീത്തിങ് നടന്നുകൊണ്ടിരിക്കും. ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന വാതകം അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാതകത്തോടെ ശ്വസിക്കുന്നതും ആ മരണം അവിടെ തന്നെ സ്പോട്ടിൽ പോലും അവെയർ ആവാതിരിക്കുന്നതുകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ ഒരു ഇൻഫർമേഷൻ ഉള്ളൊരു സംഭവമാണ്. ഈ വീഡിയോ എത്രത്തോളം കയറി പോകുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അറിയാവുന്നവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പം മഴയൊക്കെയാണ്, ഇതിൽ AC ഒക്കെ ഇട്ട് ഒന്ന് ഉറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അല്ലെങ്കിൽ തന്നെ AC ഇട്ട് വണ്ടിയിൽ ഉറങ്ങുവാണെങ്കിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലോ ഓണാക്കിയിടാൻ ശ്രമിക്കുക. 2 മോഡുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വെളിയിൽ നിന്നുള്ള ഇൻഫോ ഓണാക്കി ഇട്ടിട്ട് ആ ഒരു നോബിലേക്ക് പിടിച്ചിട്ടിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും വിൻഡോസ് ശകലം താഴ്ത്തി ഇട്ടിട്ട് കിടക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പ്യുവർ എയർ അതുവഴി തന്നെ കയറി വരുന്നതായിരിക്കും. ഇതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഇൻഫർമേഷൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി.
എല്ലാ കൂട്ടുകാരിലേക്കും, നിങ്ങളുടെ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.